بسم الله الرحمن الرحيم. قال الذين استكبروا إنا كل فيها إن الله قد حكم بين العباد. وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب. قالوا أولم تك تأتيكم رسلكم بالبينات قالوا بلى قالوا فادعوا وما دعاء الكافرين إلا في ضلال. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1638 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 48 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൽ ലദീന ഇസ്തക്ബറൂ ഇന്നാ കുല്ലും ഫീഹാ ഇന്നല്ലാഹ ഖദ് ഹകമ ബൈനൽ ഇബാദ്. وقال الذين في النار لخزنة جهنم ادعوا ربكم يخفف عنا يوما من العذاب. قالوا أولم تك تأتيكم رسلكم بالبينات قالوا بلى قالوا فادعوا وما دعاء الكافرين إلا في ضلال. صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 48 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയുണ്ടായത്. മൂസ അലൈഹിസ്സലാം ഫിറോവിന്റെയും ഹാമാന്റെയും ഖാറൂന്റെയും ഒക്കെ അടുക്കിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട സംഭവമാണ് സൂറത്ത് ഗാഫിറിൽ നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്ത് അള്ളാഹു വിവരിക്കുന്നത്. മൂസ അലൈഹി ഇസ്ലാം മുന്നോട്ട് വെച്ച ജീവിത ദർശനവും അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശവും ഒക്കെ ഈജിപ്തിൽ നിലനിൽക്കുന്ന അധികാര സംവിധാനങ്ങളെയും സാമൂഹ്യ രാഷ്ട്രീയ ക്രമങ്ങളെയും തകിടം മറിക്കും. അത് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്കൊക്കെ വലിയ ഭീഷണിയാണ് എന്ന തിരിച്ചറിവോടുകൂടി മൂസ അലൈഹി ഇസ്ലാമിനെ വകവരുത്തുവാനാണ് ഫിറോൻ ഉദ്യമിച്ചത്. നിങ്ങൾ എന്നെ തടയരുത്, ഞാൻ അദ്ദേഹത്തെ കൊന്നുകളയാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച ഫിറോവിനോട് ആ സന്ദർഭത്തിൽ രാജസദസ്സിന്റെ സാന്നിധ്യത്തില് ഫിറോവിൻ സമൂഹത്തിൽപ്പെട്ട ഫിറോവിന്റെ തന്നെ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ആള് വിശ്വാസിയായി മൂസ അലൈഹി ഇസ്ലാമിന്റെ ജീവിത ദർശനം ഉൾക്കൊണ്ട് അദ്ദേഹത്തെ സത്യപ്രവാചകനായി തിരിച്ചറിഞ്ഞ ഒരാള് ഇടപെട്ട് സംസാരിച്ച കാര്യം വിശദമായിട്ട് പ്രതിപാദിക്കപ്പെടുകയുണ്ടായി. അദ്ദേഹം ആ സമൂഹത്തോട് പൊതുവായിട്ട് രാജാവിനോടും രാജാവിനെ പിന്തുണച്ചുകൊണ്ട് നിലകൊള്ളുന്ന അദ്ദേഹത്തിന്റെ ആളുകളോടും എന്നതിനേക്കാളേറെ സമൂഹത്തോട് പൊതുവായിട്ട് യാ ഖൗം എന്ന് വിളിച്ച് സംസാരിച്ചതും നമ്മൾ കണ്ടു. ആ പ്രഭാഷണത്തിന്റെ അല്ലെങ്കിൽ ആ ആശയ സംവാദത്തിന്റെ ഒരു ഉപസംഹാരം എന്ന നിലക്ക് ആ മനുഷ്യൻ അവരോട് പറയുകയുണ്ടായത് ഫസതദ്കുറൂന മാ അഖൂലു ലക്കും, ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർക്കേണ്ടി വരുന്ന ഒരു സന്ദർഭം
നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. എന്റെ കാര്യം അത് എത്ര തന്നെ അപകടകരമായ അവസ്ഥയിലാണെങ്കിലും അത് ഞാൻ അള്ളാഹുവിന് സമർപ്പിക്കുകയാണ്. നിശ്ചയമായിട്ടും അള്ളാഹു തന്റെ ഇബാദുകളെ സൂക്ഷ്മമായിട്ട് കാണുകയും നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അള്ളാഹു തുടർന്ന് പറയുന്നത്, അദ്ദേഹത്തെ അള്ളാഹു രക്ഷപ്പെടുത്തുകയുണ്ടായി അവരുടെ സകല കുതന്ത്രങ്ങളുടെയും ദ്രോഹങ്ങളിൽ നിന്നായി അദ്ദേഹത്തെ കാത്തു സംരക്ഷിച്ചു. ഫിറോവിനെയും കൂട്ടരെയും അള്ളാഹുവിന്റെ അതികഠിനമായ ശിക്ഷ വലയം ചെയ്യുകയും ചെയ്തു. അതിനുശേഷമുള്ള അവസ്ഥ, മരണാനന്തരം അവരെ അള്ളാഹുവിന്റെ നടപടി പിടികൂടിയതിനെ തുടർന്നുള്ള അവസ്ഥ എന്താണ് എന്നതും തുടർന്നുള്ള ആയത്തുകളിൽ അള്ളാഹു വിവരിക്കുകയുണ്ടായി. രാവിലെയും വൈകുന്നേരവും നരകം കാണാൻ അവസരമുണ്ടാകുന്ന വിധത്തിൽ അവര് നരകത്തിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന ഒരു കാര്യം അള്ളാഹു ഇവിടെ സൂചിപ്പിച്ചു. ഇത് ഉയർത്തെഴുന്നേൽപ്പ് നാളിന്റെ മുമ്പായി നിത്യേന എന്നോണം അവർക്ക് നരകത്തെ കാണാനും നരകത്തെ കണ്ടുകൊണ്ട് ആ ഭയവിഹ്വലതയിൽ തന്നെ അവര് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാളുവരെ കഴിയാനും ഇടയാകുന്ന വിധത്തിലുള്ള ഒരു ദൈവിക നടപടി ബർസഖി കാലഘട്ടത്തില് അവരനുഭവിക്കേണ്ടി വരുന്നതിനെ കുറിച്ചാണ് ഒരു പരാമർശം ഇവിടെ നടത്തിയിട്ടുള്ളത്. അങ്ങനെ യൗമ തഖൂമു സ്സാഅതു, ആ അന്ത്യസമയം ആഗതമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയമായി കഴിഞ്ഞാൽ അവരോട് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്: അദ്ഖിലു ആല ഫിറഔന അശദ്ദൽ അദാബ്. ഫിറഔനെയും കൂടെയുള്ളവരെയും ഏറ്റവും കഠിനമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുക എന്ന ഒരു ദൈവിക ഉത്തരവാണ് തുടർന്നുണ്ടാവുക എന്ന കാര്യമാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുകയുണ്ടായത്. അതിനെ തുടർന്ന് ഈ രണ്ട് വിഭാഗങ്ങള് നരകത്തില് ഈ ദുർബലരായ അനുയായികളും കേമന്മാരായി നടിച്ചിരുന്ന നേതാക്കന്മാരും തമ്മിൽ നടക്കുന്ന ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിൽ നരകത്തിൽ വെച്ച് നടക്കുന്ന ഒരു സംഭാഷണമാണ് അള്ളാഹു വിവരിക്കുന്നത്. അതിന്റെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം പഠന വിധേയമാക്കിയ ആയത്തിൽ കാണുകയുണ്ടായി. അവിടെ ഒരു തർക്കം, യതഹാജൂന ഫിന്നാരി, നരകത്തിൽ വെച്ച് അവര് സംവാദത്തിലും തർക്കത്തിലുമാണ്. അപ്പോ ഫയഖൂലു ദുഅഫാഉ, ദുർബലരായിരുന്ന ആളുകള് പറയുന്നത് ലില്ലദീന ഇസ്തക്ബറു, കേമന്മാരായി വല്യവന്മാരായി നടിച്ചിരുന്ന നേതാക്കന്മാരോടായിട്ട് പറയുന്നത്, ഇന്നാ കുന്നാ ലക്കും തബാൻ, ഞങ്ങള് നിങ്ങളുടെ അനുയായികളായിരുന്നല്ലോ, നിങ്ങളെ നേതാക്കന്മാരായി അംഗീകരിച്ചിരുന്ന നീതന്മാരായിരുന്നല്ലോ ഞങ്ങള്. ഫഹൽ അൻതും മുഗ്നൂന അന്നാ നസീബൻ മിനന്നാർ, നരകത്തിൽ നിന്ന് ഒരു അല്പനേരത്തേക്കെങ്കിലും മുക്തി നൽകിക്കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി വല്ല സഹായവും ചെയ്തു തരാൻ പറ്റുമോ എന്നാണ് ഈ ദുർബലരായ അനുയായികളായിരുന്ന ആളുകൾ ആ ഘട്ടത്തില് നേതാക്കന്മാരായി ജീവിച്ചിരുന്ന ആളുകളോടായിട്ട് നരകത്തിൽ വെച്ച് ചോദിക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയൊന്നുമില്ല എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അതിനൊന്നും കഴിയില്ല, ഒരു അല്പനേരത്തേക്കെങ്കിലും നരകത്തിൽ നിന്ന് മുക്തി നേടിത്തരാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അവർക്ക് സാധിക്കുമെന്ന പ്രതീക്ഷയിൽ അവരുടെ സഹായത്തോടു കൂടി ഒരു അല്പനേരം നരകത്തിൽ നിന്നൊരു ബ്രേക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ടോ ആഗ്രഹിച്ചുകൊണ്ടോ ഒന്നും അല്ല അവരത് ചോദിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അവര് ഈ നേതാക്കന്മാരോട്, തങ്ങൾ തലയിലേറ്റി നടന്നിരുന്ന നേതാക്കന്മാരോട് വളരെ പരസ്യമായി അവരെ പുച്ഛിച്ചുകൊണ്ടും അവരെ നിന്ദിച്ചുകൊണ്ടും സംസാരിക്കുന്നു എന്ന് മാത്രമേ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാനായിട്ടുള്ളൂ. ഈ നേതാക്കന്മാര് സ്വന്തം കാര്യത്തിൽ പോലും എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരവസ്ഥയിലല്ല
ഇവരെ പോലെ അല്ലെങ്കിൽ ഇവരെക്കാളേറെ പരിതാപകരമായ അവസ്ഥയിലാണ് എന്ന കാര്യം അവരെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഒരു സംസാരമാണത്. അപ്പോ ഒരു അല്പനേരത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ വിധത്തിലെങ്കിലും ഞങ്ങളെ ഈ നരകശിക്ഷയിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ എന്നാണ് ഈ ളൊഅഫ ആയ ആളുകള് ഈ വലിയന്മാരായിട്ട് നടിച്ചിരുന്ന ഈ നേതാക്കന്മാര് ഫിറഔനും ഹാമാനും ഹാറൂനും പോലെയുള്ള ആളുകളോടായിട്ട് ചോദിക്കുന്നത്. അപ്പോ അവരതിന് നൽകുന്ന മറുപടിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. നമുക്ക് ആ ആയത്തുകൾ 48 മുതൽ 50 വരെയുള്ള ആയത്തുകൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഖാലല്ലദീന ഇസ്തക്ബറു, അപ്പോ അഹന്ത നടിച്ച് തങ്ങളാണ് വലിയവര് എന്ന വിധം ഒരു ഭാവം നിലനിർത്തിക്കൊണ്ട് ജീവിച്ചിരുന്ന ആളുകൾ, കേമന്മാരായി നടിച്ചിരുന്ന ആളുകള്, ഭൂമുഖത്തുള്ള കാര്യമാണ് ഈ പ്രയോഗം സൂചിപ്പിക്കുന്നത്. ആ ആളുകള് അവരോടായിട്ട് ഈ ളൊഅഫ ആയ ആളുകളുടെ ആ സംസാരത്തിനോടുള്ള പ്രതികരണം എന്ന നിലയ്ക്ക് പറയുകയുണ്ടായി, ഇന്നാ കുല്ലും ഫീഹ, ഇന്ന് നമ്മളെല്ലാവരും ഇതുപോലെ ഈ അവസ്ഥയിൽ തന്നെയാണ്. ഞങ്ങളും നിങ്ങളും ഒക്കെ ഇവിടെ ഈ അവസ്ഥ ഏറ്റുവാങ്ങിയവരാണല്ലോ. നമ്മളെല്ലാവരും ഇവിടെ ഒരേ അവസ്ഥയിൽ തന്നെയാണ്. ഇന്നാ കുല്ലും ഫീഹ, ഭാഷാപരമായി ഈ പ്രയോഗത്തിന്റെ അർത്ഥം നിശ്ചയമായിട്ടും നാം എല്ലാവരും ഇതിലാണ് എന്നാണ്. നാം എല്ലാവരും ഈ നരകത്തിൽ തന്നെയാണുള്ളത്. നിങ്ങള് ഞങ്ങള് എന്ന വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല. നമ്മളെല്ലാവരും ഏറ്റുവാങ്ങേണ്ടിയിരിക്കുന്നത് ഒരേ പരിണതിയാണ്, ഒരേ ദുരിതപൂർണമായ ദൈവിക ശിക്ഷയാണ് നമ്മളെല്ലാവരും ഏറ്റുവാങ്ങിയിരിക്കുന്നത്. ഇന്ന കുല്ലുൻ ഫീഹ, നമ്മളെല്ലാവരും ഇതിലാണുള്ളത്, ഈ നരകത്തിലാണുള്ളത്. ഇന്നല്ലാഹ ഖദ് ഹക്കമ ബൈനൽ ഇബാദ്, നിശ്ചയമായിട്ടും അള്ളാഹു തന്റെ ദാസന്മാർക്കിടയിൽ വിധി തീർപ്പ് കൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു നമ്മുടെയൊക്കെ കാര്യത്തിലുള്ള വിചാരണയും വിധി തീർപ്പും നടത്തി പൂർത്തിയാക്കിയിരിക്കുകയാണല്ലോ. നിങ്ങൾ എത്തിയിരിക്കുന്നത് നരകത്തിലാണ്, ഞങ്ങളും അവിടെ തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അപ്പോ നമ്മൾ ഇരുവരുടെയും അവസ്ഥകളില് പറയത്തക്ക വ്യത്യാസമൊന്നും ഇവിടെ ഇല്ല. ഞങ്ങളേത് ദുരിതപൂർണമായ അവസ്ഥയിലാണോ ഉള്ളത് അതുപോലെ തന്നെ ആണ് നിങ്ങളും ഉള്ളത്. നിങ്ങളുള്ള അവസ്ഥയിൽ തന്നെയാണ് ഞങ്ങളും ഉള്ളത്. അപ്പോ ഇന്നാ കുല്ലും ഫീഹ ഇന്നല്ലാഹ ഖദ് ഹക്കമ ബൈനൽ ഇബാദ്, നിശ്ചയമായിട്ടും അള്ളാഹു തന്റെ ഇബാദുകൾക്കിടയിൽ അല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഹുക്മ നടത്തി കഴിഞ്ഞു, അവന്റെ വിധി തീർപ്പ് നടത്തി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്, നിങ്ങളും ഇവിടെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ്. അള്ളാഹുവിന്റെ വിധി തീർപ്പ് വന്നു കഴിഞ്ഞ ഒരവസ്ഥയിൽ അതിന്റെ പരിണതി ഏറ്റുവാങ്ങി അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും തന്നെ. അതില് നിങ്ങളുടെ അവസ്ഥയിൽ വല്ല മാറ്റവും ഉണ്ടാക്കാൻ ഞങ്ങൾക്കോ ഞങ്ങളുടെ അവസ്ഥയിൽ മാറ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്കോ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഇവിടെ ഉള്ളത്. വഖാലല്ലദീന ഫിന്നാരി, അങ്ങനെ നരകത്തിലുണ്ടായിരുന്നവർ, നരകശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നവർ, ലി ഹസനത്തി ജഹന്നം, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോടായിട്ട് അവര് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ഭൂമുഖത്തെ നേതാക്കന്മാരായിരുന്ന ഈ കേമന്മാരെ വിളിച്ച് അവരോട് കാര്യം പറഞ്ഞത് കൊണ്ട് യാതൊരു ഫലവുമില്ല എന്നത് അവർക്ക് നേരത്തെ അറിയാം. അത് അവരിൽ നിന്ന് തന്നെ കേട്ട് ബോധ്യപ്പെടുകയും ചെയ്തു കഴിഞ്ഞു. അതിനെ തുടർന്ന് നരകവാസികളായ ഈ ആളുകൾ, അത് കേമന്മാരായിരുന്നവരും ഉണ്ട്, നേതാക്കന്മാരും ഉണ്ട്, ദുർബലരായ നീതന്മാരായിരുന്ന അനുയായികളായ ആളുകളും ഉണ്ട്. ഇവരൊക്കെയും തന്നെ നരകത്തിന്റെ കാവൽക്കാരോടായിട്ട്, നരകത്തിന്റെ കാവൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മലക്കുകളോടായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഉദൂ റബ്ബക്കും,
യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്. നിങ്ങളൊന്ന് നിങ്ങളുടെ റബ്ബിനോട് വിളിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. അവൻ ഞങ്ങൾക്ക് നരകത്തിൽ നിന്ന് ഒരല്പനേരത്തേക്കെങ്കിലും ഒരു ദിവസത്തേക്കെങ്കിലും വിടുതി തന്നെങ്കിലോ, അല്ലെങ്കിൽ അത് ലഘുവാക്കി തന്നെങ്കിലോ. ഇതാണ് ഈ ആളുകള് മലക്കുകളോടായിട്ട്, കാവൽക്കാരായ മലക്കുകളോടായിട്ട് കേണപേക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മലക്കുകളാണല്ലോ, അള്ളാഹുവിന്റെ ചുമതല നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളല്ലേ, നിങ്ങൾക്ക് അള്ളാഹുവുമായി അടുത്ത ബന്ധമാണല്ലോ. നിങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് അള്ളാഹുവിനോട് സംസാരിച്ചു നോക്കൂ. ഞങ്ങൾ അനുഭവിക്കുന്ന ശിക്ഷയിൽ നിന്നൊരു അല്പം അതൊന്ന് ലഘൂകരിച്ച് തരികയാണെങ്കിലോ, ഒരു ദിവസത്തേക്കെങ്കിലും അല്ലെങ്കിൽ ഒരു അല്പനേരത്തേക്കെങ്കിലും നരകശിക്ഷ നമുക്ക് അവൻ അത് കാരണമായി ലഘൂകരിച്ച് തന്നാലോ, കടുപ്പം കുറച്ച് തന്നാലോ എന്നാണ് ഈ നരകവാസികൾ മലക്കുകളോടായിട്ട് പറയുന്നത്. ഖാലു, അപ്പോ മലക്കുകളുടെ പ്രതികരണം ഇതാണ്: അവലം തകു തഅതീകും റുസുലുക്കും ബിൽ ബയ്യിനാത്ത്. നിങ്ങളിലേക്ക് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ടിരുന്ന ദൈവിക ദൂതന്മാർ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളും തെളിവുകളും ഒക്കെയായിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഭൂമുഖത്ത് ജീവിച്ചിരുന്ന കാലത്ത് അള്ളാഹു നിങ്ങൾക്കായിട്ട് നിയോഗിച്ചിരുന്ന ദൂതന്മാരുണ്ടായിരുന്നല്ലോ, അവര് നിങ്ങളുടെ അടുക്കലേക്ക് വരികയുണ്ടായോ? അവലം തകു തഅതീകും റുസുലുക്കും ബിൽ ബയ്യിനാത്ത്. നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ദൂതന്മാര്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ നിങ്ങളുടെ അടുക്കൽ ബയ്യിനാത്തുകളുമായി വന്നിരുന്നല്ലോ. നിങ്ങളുടെ കണ്ണു തുറപ്പിക്കുന്ന വിധത്തില്, കാര്യങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള പ്രമാണങ്ങളുമായി നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ദൂതന്മാർ വന്നിരുന്നതല്ലേ? ഖാലു, അവര് ആ ഘട്ടത്തില് നരകവാസികൾ നൽകുന്ന മറുപടി ഇതാണ്: ബലാ, അത് ശരിയാണ്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ദൂതന്മാർ ഞങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു. ഖാലു, എങ്കിൽ ഈ മലക്കുകൾ പറയാണ്, എന്നാ പിന്നെ ഫദൂ, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോളൂ. അള്ളാഹുവിനോട് നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ഒരുക്കമല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. നിങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചോളൂ. മലക്കുകളോടായിട്ട്, ഈ നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകളോടായിട്ട് അവര് ആവശ്യപ്പെട്ടത്, നിങ്ങളൊന്ന് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമോ? ഞങ്ങൾക്ക് അവനൊരല്പം ശിക്ഷ ലഘൂകരിച്ച് തന്നാലോ, ഒരു ദിവസത്തേക്കെങ്കിലും അതൊന്ന് ഓഫാക്കിയിട്ടാലോ എന്ന നിലക്കാണ് അവര് മലക്കുകളോട് പറയുന്നത്. ആ കാര്യം കേട്ടപാടെ മലക്കുകൾ അവരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ അടുക്കല് താക്കീതുകാരായി പ്രമാണങ്ങളും തെളിവുകളുമായി ദൈവിക ദൂതന്മാര് വന്നിരുന്നോ? അപ്പോ അവര് നൽകുന്ന മറുപടി, ബല, അതെ, വന്നിട്ടുണ്ടായിരുന്നു. ദൂതന്മാര് ഞങ്ങളുടെ അടുക്കൽ വന്നു എന്നത് നേരാണ്. അപ്പൊ മലക്കുകളുടെ മറുപടി ഇതാണ്: ഖാലു, അവര് മറുപടിയായിട്ട് പറഞ്ഞു, ഫദഉ, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോളൂ. ഞങ്ങള് നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് പ്രാർത്ഥിക്കാൻ ഒരുക്കമല്ല, നിങ്ങൾ തന്നെ പ്രാർത്ഥിച്ചോളൂ. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. നിഷേധികളുടെ പ്രാർത്ഥന ഒരിക്കലും തന്നെ ഫലവത്താവുകയില്ല എന്നുകൂടി അതിനോട് ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. അത് മലക്കുകള് അവരുടെ സംസാരത്തിന്റെ ഭാഗമായിട്ട് പറഞ്ഞതാവാം, അതല്ലെങ്കിൽ മലക്കുകളുടെ പ്രതികരണത്തിനോട് ചേർത്ത് അള്ളാഹു ഒരു യാഥാർത്ഥ്യം വെളിപ്പെടുത്തിയതാവാം. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിന് വിധേയപ്പെടാത്ത, അള്ളാഹുവിനെ റബ്ബായിട്ട് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലാത്ത ആളുകൾ, അവരാണ് കാഫിറുകൾ, നിഷേധികൾ. അവര് സത്യം മൂടി വെച്ചവരാണ്, അള്ളാഹുവിനോട് കൃതജ്ഞത കാണിച്ചവരാണ്, അള്ളാഹുവിന്റെ
നിർദ്ദേശങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിച്ചവരാണ് ഈ ആളുകൾ. അള്ളാഹുവിന് വിധേയപ്പെടാതെ ജീവിച്ച ഈ മനുഷ്യർ, അവരുടെ പ്രാർത്ഥന ഒരിക്കലും തന്നെ ഫലം കാണാൻ പോകുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹു പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഈ പ്രാർത്ഥിക്കുന്ന ആള് അള്ളാഹുവിന് വിധേയപ്പെട്ടവനായിരിക്കണം. അവൻ അള്ളാഹുവിന് സമർപ്പിച്ചു കഴിഞ്ഞിട്ട് വേണം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ. അപ്പൊ ഈ ആളുകൾ അവർക്ക് നൽകപ്പെട്ട ദീർഘമായ കാലത്തെ അവസരത്തെ പാഴാക്കി കളയുകയും ധിക്കാരികളും നിഷേധികളും അവിശ്വാസികളും ഒക്കെയായിട്ട് ജീവിച്ച് മരിച്ചു പോവുകയും ചെയ്ത ആളുകളാണ്. അവരുടെ അവസരം കഴിഞ്ഞു. ഇനി അവര് അള്ളാഹുവിനോട് കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കപ്പെട്ട ഈ അവസരത്തിൽ അള്ളാഹുവിനോട് വിളിച്ച് കേണത് കൊണ്ടൊന്നും ഫലം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം കാഫിറുകളുടെ പ്രാർത്ഥന, നിഷേധികളുടെ പ്രാർത്ഥന, അള്ളാഹുവിന് വിധേയപ്പെടാൻ കൂട്ടാക്കാതിരുന്നവരുടെ പ്രാർത്ഥന, അത് ഒരിക്കലും ഫലം കാണുകയില്ല. അത് പിഴച്ചു പോയ ഒരു പ്രാർത്ഥനയാണ്. എന്ന് പറഞ്ഞാൽ അസ്ഥാനത്ത് ഫലശൂന്യമായ വിധത്തിൽ നിർവഹിക്കപ്പെടുന്ന ഒരു പ്രാർത്ഥനയാണ്. അങ്ങനെ ഒരു പ്രാർത്ഥന അവരുടെ ചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്നുണ്ടാകാം എന്നതല്ലാതെ, അങ്ങനെ അവർ പറയും എന്നല്ലാതെ അത് ഫലമുണ്ടാകാൻ പോകുന്ന ഒരു പ്രാർത്ഥനയല്ല. കാരണം പ്രാർത്ഥന അംഗീകരിക്കപ്പെടണമെങ്കിൽ ഒരാൾ അള്ളാഹുവിന് സമർപ്പിച്ചവനാവണം, അള്ളാഹുവിനെ അംഗീകരിച്ചവനാവണം, അള്ളാഹുവിന് വിധേയപ്പെട്ടവനാകണം. അതിന് അള്ളാഹു നൽകിയിട്ടുള്ള ഒരു അവസരവും ഉണ്ടായിരുന്നു. ആ കാലത്താണ് അത് ചെയ്യേണ്ടിയിരുന്നത്. ആ അവസരം കഴിഞ്ഞതിന് ശേഷം വിളിച്ച് കൂപ്പിയത് കൊണ്ട് അത് പ്രത്യേകിച്ച് ഗുണമൊന്നും ചെയ്യുകയില്ല, ഫലശൂന്യമായിരിക്കും അത് എന്നാണ് ഇവിടെ അള്ളാഹു ഇതിനോട് ചേർത്ത് പറയുന്നത്. അപ്പോ ബല എന്നാണ് ഇവർ മറുപടി പറഞ്ഞത് മലക്കുകളുടെ ചോദ്യത്തിന്. നിങ്ങളുടെ അടുക്കലേക്ക് ദൈവ നിയുക്തരായ ദൂതന്മാര് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അവരുടെ മറുപടി അതെ, അത് ശരിയാണ്, ദൂതന്മാരൊക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവണം. പക്ഷെ അങ്ങനെയുള്ള സംസാരം ഉണ്ടാകുന്നതിന് മുമ്പായി തന്നെ മലക്കുകള് അവരോടായിട്ട് പറയുന്നത്, നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയുന്നത്, ഫദൂ, എങ്കിൽ പിന്നെ ആ പ്രാർത്ഥന നിങ്ങൾ തന്നെ അങ്ങ് നിർവഹിച്ചാൽ മതി. നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് അല്പം ആശ്വാസം ലഭിക്കുന്ന വിധത്തിൽ അതൊന്ന് ലഘൂകരിച്ച് തരണമെന്നാണല്ലോ നിങ്ങളുടെ ആവശ്യം. ആ ആവശ്യം നിങ്ങൾ തന്നെ നേരിട്ട് അള്ളാഹുവിനോട് അങ്ങ് പറഞ്ഞാൽ മതി. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ. കാഫിറുകളുടെ കാഫിറുകളുടെ പ്രാർത്ഥന അത് പിഴച്ചുപോയ ഒരു പ്രാർത്ഥനയാണ്, അല്ലെങ്കിൽ ഫലശൂന്യമായ ഒരു ഉപകാരവും ലഭിക്കാത്ത വിധത്തിലുള്ള പ്രാർത്ഥനയാണ് എന്നാണ് ഇതിനോട് ചേർത്ത് പറയപ്പെട്ടിരിക്കുന്നത്. അത് നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ പറയുന്ന രൂപത്തിലാവാം, അതല്ലെങ്കിൽ നരകത്തിലെ കാവൽക്കാരായ മലക്കുകളുടെ സംസാരത്തിനെ തുടർന്ന് ഒരു വസ്തുത അള്ളാഹു ഇവിടെ ചേർത്ത് വെളിപ്പെടുത്തുക ഒരു രീതിയിലും ആവാം. രണ്ടിനും സാധ്യതയുണ്ട്. അപ്പോ സൂറത്ത് ഗാഫിറിലെ 48 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. തുടർന്നുള്ള ആയത്തുകൾ ഇൻഷാ അല്ലാഹ് വരും ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് വിശദമായ പഠനം നടത്തി മുന്നോട്ട് നീങ്ങാവുന്നതാണ്. അല്ലാഹു നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.